രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പി. ഐഡിയോളജിയുള്ള ആളാണെന്ന് കരുതുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. എന്താണ് സാർ അദ്ദേഹം അങ്ങനെ പറയാനുള്ള ഒരു കാരണം? അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഐഡിയോളജി ബി.ജെ.പി. ഐഡിയോളജി ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തെ തീരുമാനിക്കുന്ന ബി.ജെ.പിയുടെ ആൾക്കാരല്ലേ. ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ആരെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ അവരെ തീരുമാനിക്കും. അതിനകത്ത് ഈ സതീശന് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് ഈ ഐഡിയോളജി എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും തരത്തിൽ സ്വന്തം പാർട്ടിക്കകത്ത് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഐഡിയോളജി അനുസരിച്ച് കോൺഗ്രസിന്റെ ഐഡിയോളജി ഉള്ള പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് കോൺഗ്രസിന്റെ ഇത്രയും കാലം കൊണ്ട് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഐഡിയോളജി ഇല്ലാത്ത പാർട്ടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു കാര്യമോ വെച്ചൊന്നും ഉണ്ടാക്കിയെടുത്ത പാർട്ടിയോ അത് അങ്ങനെ പ്രവർത്തിക്കുന്ന പാർട്ടിയോ ഒരു സംഘടനാ സംവിധാനത്തിൽ പോകുന്ന പാർട്ടിയോ ഒന്നും അല്ല. 1971 ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് സതീശ് മനസ്സിലാക്കണം. അന്ന് കാമരാജിനെ തെരഞ്ഞെടുത്തപ്പോൾ ഒക്കത്തിലെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി അത് തള്ളിക്കളഞ്ഞ് അന്ന് തൊട്ടേ മേളിൽ ആരെങ്കിലും കൊണ്ടുവച്ച് KPC പ്രസിഡന്റ് ഈ പറയുന്ന കേരളത്തിലാക്കി സുധാകരൻ, അത് കഴിഞ്ഞിട്ട് അയാളെ എടുത്തുകൊണ്ട് മാറ്റി വെച്ചിട്ട് വേറെ സുധീരൻ, അല്ലെങ്കിൽ അയാളെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മുല്ലപ്പള്ളി. ഏതെങ്കിലും കാലത്ത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടത്താൻ പറ്റുന്ന പാർട്ടിയാണോ കോൺഗ്രസ്? 1986 മുതൽ ഈ പറയുന്ന 6% വോട്ടുള്ളപ്പം മുതൽ ഇപ്പോഴീ 17ന്റെ കൂടെ ഇപ്പൊ ഇലക്ഷൻ നടത്തിയാൽ 7% വോട്ട് കൂടെ കിട്ടുമെന്ന് പറയുന്നത് ബി.ജെ.പിക്ക് അന്നോട്ടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടിയാണ്. നമ്മൾ എന്തായാലും പറഞ്ഞേ ഒക്കത്തുള്ളൂ. അത് CPM-നകത്തും ഉണ്ട്. അതിനകത്ത് ഒരുപക്ഷെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പ് നയിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അത് കഴിഞ്ഞിട്ട് BJP. കാരണം അവര് താഴെത്തട്ട് തൊട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി മേളിൽ വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഈ രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിക്കുന്ന കേന്ദ്രത്തിലാണെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ വന്ന് പാർട്ടി ഭരണഘടന അനുസരിച്ച് എങ്ങനെയാണ് ഒരു പ്രസിഡന്റ് വരേണ്ടതെന്നനുസരിച്ച് നോമിനേഷൻ കൊടുത്താണ് ഇന്ന് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു കൃത്യമായിട്ട് 3 കൊല്ലം ഒരു പ്രസിഡന്റ്, അതിനുശേഷം അത് 2 പ്രാവശ്യം മാത്രം ഒരു പ്രസിഡന്റ് ഇരിക്കാൻ സാധിക്കും. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന കേഡർ പാർട്ടി. പക്ഷെ ഇതെങ്ങാനും കോൺഗ്രസിന് നടക്കുമോ? പിന്നെ ഇങ്ങേരെന്തിനാ വന്ന് വല്ലവനും പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോൾ ഐഡിയോളജി ഉണ്ടോ ഇല്ലയോ തിരിക്കുന്നു. ഇപ്പൊ ഈ ഐഡിയോളജി ഉണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ തർക്കിക്കുമ്പം ഈ വി.ഡി. സതീശൻ മനസ്സിലാക്കേണ്ടത്, വി.ഡി. സതീശൻ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഐഡിയോളജിയും അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു ചിട്ട ഉണ്ടെങ്കിൽ ഈ പറയുന്ന എന്ത് കാര്യത്തിനകത്തും ഇന്നലെ ഈ പാർട്ടിക്കകത്തോട്ട് വന്ന സന്ദീപ് വാര്യരുടെ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ അഭിപ്രായത്തിനല്ലേ അവിടെ പ്രസക്തി ഉള്ളത്. അതുപോലെ വഴിയെ പോകുന്നവരും വരുന്നവരും എല്ലാം അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ നേതാവാൻ ശ്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പാർട്ടിയായിട്ടല്ലേ നിങ്ങളുടെ പാർട്ടി മാറുന്നത്. അത് ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന പല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഈ ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിയുടെ അംഗീകാരം അല്ലെ സ്വാതന്ത്ര്യ സമരം നേടിത്തന്നതെന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പേരും ഒക്കെ ഇട്ട് ആ പരിവേഷത്തിൽ ഇത്രയും നാൾ ആൾക്കാരെ കൗളിപ്പിച്ച് മുന്നോട്ട് പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഐഡിയോളജി ഇല്ല. അപ്പൊ BJP-ക്കാരൻ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളിനെ തീരുമാനിക്കുമ്പോൾ അവരുടെ പാർട്ടിക്ക് ഐഡിയോളജി ഉണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസിഡന്റിന് ഐഡിയോളജി ഉണ്ടോ എന്നൊക്കെ അവരുടെ പാർട്ടിക്കാർ തീരുമാനിച്ചോളൂ. അല്ലെങ്കിൽ അതിന് അത്തരത്തിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ സ്വയം പരിശോധിച്ച് തനിക്കും തന്റെ പാർട്ടിക്കും ഉള്ളത് ഈ പറയുന്നത് വല്ലതും ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. അല്ലാതെ ഈ പറയുന്ന BJP എന്ന് പറഞ്ഞാൽ അവരിപ്പോ പറയുന്ന കേന്ദ്രത്തെയും തീരുമാനിക്കുന്ന നേതാക്കന്മാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെ ഈ രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചതിന് ശേഷം ഒരവസരം അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. പല ആൾക്കാരും പ്രസിഡന്റ് ആവുന്നതിന് വേണ്ടി നിന്നതാണ്. നമ്മൾ പറയുന്ന മുൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയുന്നു, ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് പറയുന്നു, രമേശന് അനുകൂലമായിട്ട് പറയുന്നു, സുരേഷ് ഗോപി അനുകൂലമായിട്ട് പറയുന്നു. അവരുടെ മനസ്സിൽ ഒരു പക്ഷേ പ്രയാസമോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ പോലും ഒരു മാധ്യമത്തിന് അതിനകത്ത് ഒരു അവസ്വരം ഉണ്ടെന്ന് പറയിക്കാൻ തക്കവണ്ണം ഒരാക്ഷേപം ഒരു നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. CPM-നകത്ത് പോലും ഉണ്ടാകുന്നുണ്ട്. CPM-നകത്ത് ഇതിനെക്കാട്ടി വലിയ കേഡർ സംവിധാനത്തിൽ നിൽക്കുന്ന പാർട്ടിക്ക് അകത്ത് നിന്ന് പോലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു പോയിരുന്ന കാലഘട്ടത്തിൽ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നേതാക്കന്മാരുടെ സ്വരച്ചേർച്ചയും അല്ലെങ്കിൽ ഏറ്റവും അവസാനം പല നേതാക്കന്മാരെ തീരുമാനിക്കുന്നതിനകത്ത് അവസരം ഉണ്ടാകുകയും അല്ലെങ്കിൽ സംഘടനാ സമ്മേളനങ്ങൾക്ക് അകത്ത് നിന്ന് വരുന്ന ചർച്ച പോലും വെളിയിൽ കൊടുത്ത് മാധ്യമങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിക്കുന്ന ഏറ്റവും വലിയ കേഡർ പാർട്ടിയായ CPM-ൽ പോലും ഉള്ളപ്പോൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളിനെ ഈ മുകളിൽ നിന്ന് തന്നെ തീരുമാനിച്ചാണ്. അതായത് ഈ ദേശീയ തലത്തിൽ നിന്ന് അവർ ഒരുപക്ഷെ അമിത്ഷായോ ഈ പറയുന്ന പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ RSSന്റെ മേധാവികളോ
ഒക്കെ കൂടിയിരുന്ന് തീരുമാനിച്ച് ഇവിടെ വന്ന് പറയുമ്പോൾ, അദ്ദേഹം നോമിനേഷൻ കൊടുക്കുമ്പോൾ, അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുമ്പോൾ, ഈ പറയുന്ന ഇവിടെ നിന്ന് പല ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും പല നേതാക്കന്മാരുണ്ടെങ്കിലും അവർക്കെല്ലാം പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ആ പാർട്ടിക്കകത്ത് മാധ്യമങ്ങൾ നോക്കിയിരുന്നണക പോലും രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രസിഡന്റിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു BJP-കാരനെ പോലും കാണുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ താഴെത്തട്ടിലുണ്ടോ, BJP-ക്കകത്തുണ്ടോ, RSSന്റെ ഭാഗമാണോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്രയും കാലത്തിനകത്ത് ഏറ്റെടുത്തിട്ടുള്ള ടാസ്കുകളെല്ലാം വിജയിപ്പിച്ച ഒരു ചരിത്രമുള്ള മനുഷ്യനാണ്. അതായത് വിജയം കൈവരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. 3 പ്രാവശ്യം അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മോദിയുടെ കൂടെ സഹമന്ത്രിയായിട്ടുണ്ട്. ഇതൊക്കെ ആ ഇരുന്ന പോസ്റ്റുകളൊക്കെ വലിയ വലിപ്പത്തിൽ കൊണ്ടുപോകുന്നതിന് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു കഴിവുമില്ലാത്ത ആളോ BJP-യുടെ ഭാഗമല്ലാത്ത ആളോ ദേശീയതയുടെ ഭാഗമല്ലാത്ത ആളോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ 3 പ്രാവശ്യം രാജ്യസഭയിൽ പരിഗണിക്കുന്നതിന് വേണ്ടി BJP തയ്യാറാവത്തില്ല. അത്തരത്തിൽ ആരെങ്കിലും എടുത്ത് പരിഗണിക്കത്തക്കോണം നേതാക്കന്മാരുടെ കുറവുള്ള പാർട്ടിയൊന്നുമല്ല BJP. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പറ്റി വളരെ വ്യക്തമായും കൃത്യമായും അറിയാവുന്നത് കൊണ്ടാണ് BJP പലവട്ടം അദ്ദേഹത്തെ പല പോസ്റ്റുകളിലും വെച്ചിട്ടുള്ളത്. ആ വെച്ചിട്ടുള്ള പോസ്റ്റുകളെല്ലാം വളരെ ഗംഭീരമായിട്ട് അയാൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇവിടുത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെ ഒരു തടയിടുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ ഗ്രൂപ്പിനപ്പുറമുള്ള ഒരു നേതാവായതുകൊണ്ട് ഇവിടുത്തെ ഗ്രൂപ്പുകാർ തമ്മിലടിച്ചാൽ BJP നേതൃത്വത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് BJP കേന്ദ്ര നേതൃത്വം കൊടുത്ത ഒരു താക്കീതും കൂടിയായിരിക്കും ഈ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് സതീശന്റെ പാർട്ടിക്കകത്ത് KPCC പ്രസിഡന്റെ മാറ്റാൻ പറ്റാത്ത പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പാർട്ടിക്കകത്ത് നേതാക്കന്മാരെ ഒരു നേതൃത്വത്തെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി എന്ന് മനസ്സിലാക്കുക. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വെച്ചിട്ട് അതിനെ താഴെയുള്ള ബാക്കിയുള്ള നേതാക്കന്മാരെ കൊണ്ട് അംഗീകരിപ്പിച്ച് താഴെത്തട്ട് വരെയുള്ള അണികളെ കൊണ്ട് അംഗീകരിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ പരസ്പരം അംഗീകരിക്കുകയും നിങ്ങൾ കൃത്യമായിട്ടൊരു നേതാക്കിനെ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് ഐഡിയോളജി ഉണ്ടോ, അദ്ദേഹം BJP ആണോ, അദ്ദേഹം RSS ആണോ, അദ്ദേഹം CPM ആണോ എന്നൊക്കെ അത് തീരുമാനിക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ BJP-ക്കാർ തീരുമാനിച്ചോളൂ, അവരുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചോളൂ. അതുകൊണ്ട് സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായം പറയുന്നതിന് വേണ്ടി BJP-ക്കകത്ത് നിന്ന് പുറന്തള്ളിയവനെ വേണ്ടി വരുന്ന ഒരവസ്ഥയുള്ള പാർട്ടി മറ്റൊരു പാർട്ടിയുടെ ഐഡിയോളജിയോ അല്ലെങ്കിൽ അതിന്റെ സംഘടനാ സംവിധാനമോ ഒരു കാലം 71-ന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടക്കാത്ത ഒരു പാർട്ടിയും വളരെ കൃത്യമായിട്ട് ഒരു ബൂത്ത് കമ്മിറ്റി പോലും ചേരാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് രൂപീകരിക്കാനോ ഒക്കാത്ത സംഘടനാ സംവിധാനമില്ലാത്ത ഒരു പാർട്ടി ബാക്കിയുള്ള കേഡർ സംവിധാനങ്ങളുള്ള BJP അല്ലെങ്കിൽ CPM-നെയൊക്കെ കാണുമ്പോൾ ഇത്തരത്തിൽ അഭിപ്രായം പറയാമെന്നല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ ചർച്ചയാക്കാമെന്നല്ലാതെ ഐഡിയോളജിയോ സംഘടനാ സംവിധാനം ഒന്നുമില്ലാത്ത പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അതെല്ലാം പാർട്ടി ഉണ്ടായ കാലം തൊട്ടേ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന പാർട്ടി തന്നെയാണ് BJP എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. സതീശന്റെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു നേതാവാകാൻ ശ്രമിക്കുകയും ചെയ്യുക.